ഇപ്പം എനിക്കെപ്പോഴും നിങ്ങളെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ള 4 പെണ്ണുങ്ങൾ. അടൂർ സാറിന്റെ സിനിമയുടെ പേരൊക്കെ പോലെ ഞങ്ങളിങ്ങനെ ഒന്നിച്ച് വെച്ചിരുന്ന ആളായിരുന്നു ഞങ്ങളുടെ അച്ഛൻ. അപ്പം അച്ഛൻ ഇല്ലാതായപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ക്ഷീണമായത്. അല്ലെങ്കിൽ അച്ഛനാണ് ഞങ്ങൾ 4 പേര് ഇങ്ങനെ പിടിച്ച് മാൻ ഓഫ് ദി ഹോം എന്ന് പറയല്ലേ, അങ്ങനത്തെ അച്ഛനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ആന്റിക്ക് എല്ലാരോടും ഭയങ്കര സ്നേഹമാണ് അല്ലേ? അപ്പൊ നമ്മുടെ മക്കളായോണ്ടെന്നല്ല, എല്ലാരോടും ആന്റി ഭയങ്കര. ഒരുപാട് അമ്മയ്ക്ക് ഒരുപാട് മക്കളുണ്ട്. അമ്മയെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്ത് ഇത്ര മക്കൾ, ഞങ്ങള് ഇടയ്ക്കൊരു കുശുമ്പൊക്കെ ആവാന്ന്. പിന്നെ പറഞ്ഞ ഞങ്ങൾക്ക് ഞങ്ങളെ ഉള്ളൂ, പിന്നെ നമ്മൾ ഒരുമിച്ച്. അതെ, അതാണ് അതിന്റെ ഒരു ബേസിക് സാധനം. നമ്മള് വഴക്കിടും, നമ്മള് വഴക്കില്ലാതെ ഇരിക്കില്ല, വേറെ മനുഷ്യരല്ലേ എല്ലാരും. അപ്പൊ നല്ല വഴക്കിടും. അതുപോലെ ഞങ്ങൾ ആരെങ്കിലും ഒരാള് തൊട്ട കാടിളകും എന്ന് പറയുന്നത്. അല്ല, അത് ശരിക്കും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, അമൃതയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നത്തെ സംസാരിക്കണം, ഞാൻ ഇവളെ വിളിച്ചു, എന്റെ പൊന്നബി ഒന്ന് അടങ്ങ്, ഇല്ല ചേച്ചി പറ്റില്ല ചേച്ചി. എനിക്ക് വെച്ചാലേ നമ്മൾ ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാരാകുമ്പം നമുക്കൊരു റെസ്പോൺസിബിലിറ്റിയും കൂടില്ല. നമ്മളെ പറ്റി ഒരു തെറ്റായ കാര്യം പ്രചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വന്ന് സംസാരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കാലങ്ങൾ കൂടെ ദൃശ്യം സിനിമയിലെ പോലെ കുറെ വട്ടം ഒരു ഡേറ്റ് പറഞ്ഞാൽ നമ്മളതങ്ങ് വിശ്വസിച്ചു തുടങ്ങും. അപ്പം ഈ കോൺട്രവേഴ്സീസിൽ കുറച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോൺട്രവേഴ്സി ഉള്ളതാണെന്ന് വിചാരിക്കും. അപ്പൊ ചേച്ചിയോ മിണ്ടുന്നില്ല, ഞാനെങ്കിലും വന്നാലോ ഇങ്ങനെയൊന്നും അല്ല ഹേ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ല, എനിക്ക് അമൃതയെ കാണുമ്പോൾ ഇത്രയൊക്കെ സംസാരിക്കുമെന്ന് തന്നെ അതിശയം. എന്റെ പേഴ്സണൽ ഗുണ്ടയാണ്. അതെ അതെ, ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. ഓൺലി ഫോർ പാപ്പു അമ്മ ചേച്ചി ചുഡൂനും വേണമെങ്കിൽ. അതൊരു വീട്ടിലൊരു പട്ടിയുണ്ട് ചേച്ചി, അവൻ പട്ടിയാന്ന് പോലും നമുക്ക് തോന്നില്ല. അവൻ കയറി പെട്ടിക്കിടക്ക് അമ്മ നിലത്തിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അവന്റെ പേരാണ് ചുഡു, ബഗീര. ബഗീര പേരൊക്കെ ഭയങ്കര കിടിലാണ്, പക്ഷെ ആള് ഭയങ്കര ഇങ്ങനെ നടക്കും. അവന് ഇപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടി അച്ഛൻ ഏർപ്പാടാക്കിയിട്ട് പോയ ആളാണ്. അല്ല, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, മറ്റേ കമന്റ്സ് ഇങ്ങനെ വായിക്കുമ്പോൾ കുറെ പേര് എഴുതിയിട്ടുണ്ട്, അമൃത ശരിക്കും മൂത്തതാണെന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് അല്ല അഭിയാണേലും അവളുടെ ഒരു കുട്ടി പെണ്ണാണ്. അഭിയാണ് കുറച്ചുകൂടെ എല്ലാം ഭയങ്കര ആലോചിച്ച് തിങ്ക് ചെയ്ത്. അങ്ങനെയാണോ? അഭിക്ക് ഭയങ്കര സെൻസിറ്റീവ് ആണ്, ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും, ഭയങ്കര പെട്ടെന്ന് കരയും. അതൊക്കെ സങ്കടം, എന്റെ എല്ലാ ഇമോഷൻസും പീക്കിൽ ചേച്ചി. അത് എന്താണെങ്കിലും ദേഷ്യം വന്നാൽ നല്ല ദേഷ്യം ഉണ്ടാവും, വിഷമം വന്നാൽ നല്ല വിഷമം. എനിക്ക് ഒരു നോർമൽ ആ ഒരു ഫ്രീക്വൻസി ഇല്ല, വെരി ഹൈ ഫ്രീക്വൻസി പേഴ്സൺ. അപ്പം ഇവളാണ് വീട്ടിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആദ്യം റിയാക്ട് ചെയ്യണ ആളും ആദ്യം എഫക്റ്റ് ആവണ ആളും. നമ്മൾ വിചാരിക്കും ഭയങ്കര സ്ട്രോങ്, പക്ഷെ ആൾ ഉള്ളുകൊണ്ട് പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണ്. ഹൃദയമാണ്. അതെ, എന്നാ നമ്മള് പെട്ടെന്ന് മുറിഞ്ഞ അങ്ങനെയാണ്.